കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം പൊളിഞ്ഞു വീണു. ആശുപത്രിയിലെ 14-ാം വാർഡിലെ അടച്ചിട്ട ബാത്റൂം ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മന്ത്രിമാരായ വീണ ജോർജും വി.എൻ. വാസവനും സംഭവ സ്ഥലത്തെത്തി. രജിസ്ട്രാർക്ക് പദവിയിൽ തുടരാമെന്നും അതിന് തടസ്സങ്ങളൊന്നുമില്ലെന്നും മന്ത്രി ആർ ബിന്ദു. വി.സിയുടേത് അധികാര ദുർവിനിയോഗമാണെന്നും വിഷയത്തിൽ നിയമോപദേശം തേടിയ ശേഷം സർക്കാരും കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലവിലെ നടപടി നിയമവിരുദ്ധമാണെന്നും നടപടിയെടുക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്നും മന്ത്രി വിശദമാക്കി. നടപടി മുന്നിൽ കണ്ട് യൂറോളജി വകുപ്പിന്റെ ചുമതലയും രേഖകളും ജൂനിയർ ഡോക്ടർക്ക് കൈമാറി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ. പെട്ടെന്ന് നടപടി വന്നാൽ വകുപ്പിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണ് രേഖകളടക്കം കൈമാറിയതെന്ന് ഡോക്ടർ ഹാരിസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഓമനപ്പുഴ കൊലപാതകത്തിൽ കൂടുതൽ വഴിത്തിരിവ്. മകൾ ജാസ്മിനെ കൊലപ്പെടുത്തിയത് അമ്മയും അച്ഛനും ചേർന്നെന്ന് പോലീസ്. അമ്മയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ജാസ്മിന്റെ കഴുത്തിലെ 2 ഞരമ്പുകൾ പൊട്ടിയതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്.